സിനുജി, ട്രൂഡോ മോദിക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് പണി കൊടുക്കാൻ ഇറങ്ങിയതും അത് വലിയ വാർത്തയായതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇന്ത്യയോട് കളിച്ച കാനഡയ്ക്ക് 8ന്റെ പണി കൊടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ പോകുന്ന ട്രംപ്. എന്താണ് ഇനി ഈ മലയാളികൾക്ക് കാനഡയിൽ എത്താൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ഇന്ത്യക്കാർക്ക് കാനഡയിൽ പഠിക്കാനും പിന്നെ ജോലിക്കായും താമസിക്കാനായും പോകാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു നിയന്ത്രണം വരാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ശരിക്കും ഇന്ത്യക്കാണ് പണി തരുന്നത്. അവിടുത്തെ ഖലിസ്ഥാൻവാദികളുടെയൊക്കെ വാക്ക് കേട്ടിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ, നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവിനെതിരെയൊക്കെ വളരെ മോശം പദപ്രയോഗങ്ങൾ നടത്തുന്നു, കേസെടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഒപ്പം തന്നെ നയതന്ത്രപരമായ മര്യാദകൾ ഒട്ടും തന്നെ ഈ ജസ്റ്റിൻ ട്രൂഡോ കാണിക്കുന്നില്ല. അപ്പം സത്യത്തിൽ കാനഡയും നമ്മളും തമ്മിലുള്ള ബന്ധമൊക്കെ അങ്ങ് വഷളായി. അപ്പം നമ്മൾ കരുതിയത് എന്താ, ബൈഡനും ഡീപ് സ്റ്റേറ്റും കുറച്ച് പ്രഷറൊക്കെ ചെലുത്തുന്നതിൻ്റെ ഫലമായിട്ട് സ്വാഭാവികമായും ഈ കാനഡ നമ്മളിൽ നിന്ന് അകലുന്നു. നമുക്കറിയാമല്ലോ, കേരളത്തിൽ നിന്നടക്കം നിരവധി ആളുകളാണ്, ഇന്ത്യക്കാരായ നിരവധി ആൾക്കാർ കാനഡയിലേക്ക് പോകുന്നുണ്ട്. അവിടെ പോയി പഠിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, പെർമനൻറ്റ് വിസ കിട്ടുന്നുണ്ട്, അവർ പെർമനൻറ്റ് റെസിഡൻസ് ആകുന്നുണ്ട്. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ രാജ്യമാണ് കാനഡ. ഏറ്റവും വലിയ രാജ്യം റഷ്യയാണല്ലോ. അപ്പോൾ അത്രയും വലിയ രാജ്യത്ത് ആകെയുള്ള ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 4.5 കോടി ജനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 4.5 കോടി ജനങ്ങളുള്ള ഈ കാനഡ എന്ന് പറയുന്നത് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നു. കാരണം എന്താ പറയുക, ഡൊണാൾഡ് ട്രംപ് ഇപ്പം ഈ ജസ്റ്റിൻ ട്രൂഡോയോട് പറയുകയാണ്, വേണമെങ്കിൽ കാനഡ അമേരിക്കയിൽ ലയിക്കാൻ തയ്യാറായിക്കോളൂ, നിങ്ങളെ ഞാൻ ഗവർണറാക്കാമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോട് പറയുകയാണ്, നിങ്ങളെ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനമാക്കാം, നിങ്ങൾക്ക് ഗവർണർ പദവി നൽകാമെന്ന്. ഇത് തമാശയാണോ പറഞ്ഞത്, കാര്യമാണോ എന്നറിയത്തില്ല. പക്ഷേ തമാശയല്ല. കാരണം അമേരിക്കയുടെ പുതിയ പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് ജനുവരി 20 സ്ഥാനമേൽക്കുകയാണ്. സ്ഥാനമേൽക്കുന്നതോടുകൂടി ട്രൂഡോയുമായുള്ള ബന്ധം വഷളാകുമോ എന്ന സംശയമുണ്ട്. കാരണം കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ചൈനയ്ക്കും മേൽ 25% അധിക നികുതി ചുമത്താനായിട്ട് അമേരിക്ക തീരുമാനിച്ചു. ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്, ഞാൻ ഇനി ഇവർക്ക് മേൽ 25% അധിക താരിഫ് ഏർപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക്, അവിടെ നിന്നുള്ള കച്ചവട സാധനങ്ങൾക്കെല്ലാം തന്നെ വില വർദ്ധിക്കുന്നൊരവസ്ഥയുണ്ടാകും. അപ്പം കാനഡയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ ഡോളർ കൊണ്ടും അമേരിക്കയെ കൊണ്ടും പിടിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതായത് കനേഡിയൻ ഡോളറിനൊന്നും ഇപ്പോൾ വിലയില്ല. അപ്പോൾ അമേരിക്ക സഹായിച്ചില്ലെങ്കിൽ അവരുടെ സാമ്പത്തിക നില ആകെ തകരും. അപ്പോൾ 25% നികുതി കൂട്ടിയതോടുകൂടി ഈ കാനഡയിലെ സാമ്പത്തിക നില ആകെ അവതാളത്തിലാവും. ഇപ്പോൾ കാനഡയിലെ ഒരു പ്രശ്നം എന്നറിയാം, അവിടെയാണെങ്കിൽ വസ്തു വാങ്ങാനോ കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല, ഭയങ്കര വിലയാണ്. അതുപോലെ വീട് വാടകയ്ക്ക് എടുക്കുന്നത്, അതിന് വലിയ വിലയാണ്. അൺഎംപ്ലോയ്മെൻറ്റ് കൂടിക്കൂടി വരുന്നു, അതൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇതിനൊക്കെ കാരണം ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വമില്ലാത്ത ഭരണമാണെന്നാണ് പറയുന്നത്. അവിടുത്തെ ജനങ്ങളും ഏതാണ്ട് ട്രൂഡോയെ വെറുത്തു. നമുക്കറിയാലോ, മലയാളികളടക്കം നിരവധി പേര് അവിടെ പോകുന്നുണ്ട്. പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മലയാളികളടക്കം. കാനഡയിൽ പോകാൻ പറ്റുമോ എന്നാണ് പലരും ശ്രമിക്കുന്നത്. അത് ഒരു ജോലിക്കാണെങ്കിലും ബിസിനസ് ആവശ്യങ്ങളിലൊക്കെ പോകാൻ വലിയ തുക ഇവിടെ ഏജൻസികളിലൊക്കെ അടച്ചിട്ടാണ് പലരും പോകുന്നത്. അപ്പോൾ പലരുടെയും ഒരു സ്വപ്ന നഗരം അല്ലെങ്കിൽ രാജ്യം കൂടിയാണ് കാനഡ എന്ന് പറയുന്നത്. +2 ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ ഇനി കാനഡയിലേക്ക് പോയി ഈ നഴ്സിംഗ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ജർമ്മനിയും കാനഡയും ഒക്കെയാണ് വലിയ താല്പര്യം എന്നുള്ളത്. ജോലി എഞ്ചിനീയറിംഗ് കഴിയുന്നവർക്കൊക്കെ താല്പര്യം അവിടെയാണ്. അപ്പോൾ അവരുടെ ഈ ഒരു ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു തടയിടൽ കൂടി ആകുമോ ഇത്തരത്തിലുള്ള ഒരു നീക്കം എന്ന് പറയുന്നത്? അങ്ങനെ പറയാം. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ കാനഡയിലേക്ക് പോകുന്ന മലയാളികൾ, ഇന്ത്യക്കാരടക്കം അവിടെ ചെല്ലുമ്പോൾ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കണ്ടേ, സ്വന്തം സ്ഥലമൊന്നുമല്ലോ. അപ്പം വലിയ തുക വാടക കൊടുക്കേണ്ടി വരുന്നു. മാത്രമല്ല, അവിടെ വസ്തു വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഇന്ത്യക്കാരടക്കം നിരവധി പേരുണ്ട്. ഇപ്പോൾ സിഖ് വംശജർ ധാരാളം അവിടെയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ റെസിഡൻ്റായ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ കാനഡയുടെ പ്രധാനമന്ത്രിയോട് യാതൊരു താല്പര്യവുമില്ല. അവർ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. തൊഴിലില്ലായ്മ കൂടി വരുന്നു. അതുകൊണ്ട് എന്താ കാരണം, ഇന്ത്യയിൽ നിന്നടക്കം നിരവധി ആളുകൾ അവിടെ ചെല്ലുന്നു. അപ്പോൾ കുറഞ്ഞ വേതനത്തിന് പണിയെടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇത്തരം പ്രശ്നമൊക്കെ ഉണ്ടായി എന്ന് മനസ്സിലായപ്പോൾ ഈ ജസ്റ്റിൻ ട്രൂഡോ നേരിട്ട് ട്രംപിനെ കാണാനായിട്ട് ചെല്ലുന്നു. ട്രംപിൻ്റെ വസതിയിൽ ചെല്ലുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനും ട്രംപോട് ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പത്രങ്ങളിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ എന്നും അമേരിക്കയുടെ പാർട്ണറാണ്, ഞങ്ങൾ എന്നും കൂട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോഴും ഡിന്നറിന് ട്രംപ് ഇയാളെ ക്ഷണിക്കുന്നു. രണ്ടുപേരും ഡിന്നറൊക്കെ കഴിഞ്ഞു. ഡിന്നർ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ട്രംപ് വളരെ സന്തോഷവാനാണ്. പക്ഷേ ട്രൂഡോ അത്ര സന്തോഷവാനല്ല. അപ്പം മീഡിയസ് ചോദിച്ചു, എന്താണ് ട്രൂഡോ, നിങ്ങളുടെ ഈ നികുതി വർധനവ്, താരിഫ് വർദ്ധിപ്പിച്ചതിന് ട്രംപ് എന്തെങ്കിലും ഇളവ് പ്രഖ്യാപിച്ചോ? ഇദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. അക്ഷരാർത്ഥത്തിൽ ട്രംപ് പറഞ്ഞത്, വീണ്ടും അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റ് ആകാൻ കാനഡ തയ്യാറായിക്കോളൂ, ഞങ്ങൾ അതിനെല്ലാം സഹായം ചെയ്തു തരാം, നിങ്ങളെ ഗവർണറാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ട്രൂഡോയെ അപമാനിക്കുക ചെയ്തത്. അതായത് നരേന്ദ്രമോദിയുടെ അടുത്ത് ട്രൂഡോ എത്ര മോശമായി പെരുമാറിയോ അതിൻ്റെ 100 ഇരട്ടി
കെട്ടി മോശമായി അപമാനിച്ചിറക്കി വിട്ടു ട്രംപ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കാനഡ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ അവസ്ഥയാണ്. ഇപ്പം GDP എടുത്തു കഴിഞ്ഞാൽ അമേരിക്കയുടെ GDP എന്ന് പറയുന്നത് 29.2 ട്രില്യൺ ഒക്കെ വരും. ഇവരുടെ GDP എന്ന് പറയുന്നത് 2.2 ട്രില്യൺ ഒക്കെ വരത്തുള്ളൂ. അപ്പോൾ അമേരിക്കയുടെ മാത്രമായിട്ടുള്ള ഒരു നഗരം അല്ലെങ്കിൽ ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ അലാസ്ക. ഈ അലാസ്ക ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളും പല സ്റ്റേറ്റുകളും അമേരിക്ക പണം കൊടുത്ത് വാങ്ങിച്ചതാണ്. ഈ 18-ാം നൂറ്റാണ്ടിൽ ഉൾപ്പെടെ പണം കൊടുത്ത് വാങ്ങിക്കും, ചിലത് അധിനിവേശം നടത്തും. അങ്ങനെ കൂട്ടിച്ചേർത്താണ് അമേരിക്ക വലിയൊരു രാജ്യമായി മാറിയത്. അപ്പോൾ ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തിയാണ്, സൈനിക ശക്തിയാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണെന്ന് ചോദിച്ചാൽ അല്ല, 6ാം സ്ഥാനത്തോ മറ്റോ ആണ് അമേരിക്ക. അപ്പോൾ ലോകത്തിലെ വലിയ രാജ്യമായ കാനഡയെ കൂട്ടിച്ചേർക്കണമെന്ന് ട്രംപ് ആഗ്രഹിക്കുന്നു, അല്ലെ അമേരിക്ക കാലങ്ങളായി ആഗ്രഹിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ അലാസ്ക എന്ന് പറയുന്ന റഷ്യയിൽ നിന്ന് വാങ്ങിയ ഒരു സ്ഥലമുണ്ട് അമേരിക്കയുടെ. ഈ സ്ഥലം എന്ന് പറയുന്നത് ഏതാണ്ട് കാനഡയോട് തൊട്ട് ചേർന്ന് അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. ഈ സ്ഥലം അലാസ്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കൂട്ടിച്ചേർക്കാനായിട്ട് അമേരിക്ക ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. അലാസ്കയെ 1959 അമേരിക്ക ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചത്. അപ്പോൾ ഈ അലാസ്കയുടെ ഇപ്പുറത്ത് കിടക്കുന്ന കുറേ ഭാഗങ്ങളുണ്ട്. അമേരിക്കയുടെയും അലാസ്കയുടെയും മധ്യത്തിലായിട്ടാണ് ഇപ്പോൾ ഈ കാനഡ കിടക്കുന്നത്. അപ്പോൾ അമേരിക്കയുടെ കുറച്ച് ഭാഗം അപ്പുറത്ത്, കുറച്ച് ഭാഗം ഇപ്പുറത്ത്. അപ്പോൾ കാനഡയും കൂടെ കൂടി ചേർന്നാലോ അത് വലിയൊരു ഭൂപ്രദേശമായി മാറും. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായി മാറാനായിട്ട് ഈ ട്രംപിൻ്റെ ഇടപെടലിലൂടെ പറ്റും. അപ്പോൾ ട്രംപ് ഇങ്ങനെ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ US-ൻ്റെ ഒപ്പം ഈ ഒരു വലിയ രാജ്യമായി മാറാൻ ആഗ്രഹിക്കുന്ന നിരവധി പേര് കാനഡയിലുമുണ്ട്. അപ്പോൾ കാനഡക്കാർ ഇതിനോട് അനുകൂലിക്കുന്നുണ്ടോ? അതുപോലെ ട്രംപിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ പറയുന്നത് നമ്മുടെ US എന്ന് പറയുന്ന രാജ്യം കുറച്ചുകൂടെ വിശാലമാക്കണം, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ ഒന്ന് പ്രകോപിപ്പിക്കാൻ ട്രംപിൻ്റെ ഈ പ്രസ്താവന ഉപകരിക്കും. കാരണം ട്രംപ് എന്താ പറഞ്ഞത്? നിങ്ങൾ ഞങ്ങളുടെ കൂടെ ചേരുമെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ ജനസംഖ്യ അതോടുകൂടി ഒരു 35 മുതൽ 38 കോടി വരെ ആകും. മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്ന റഷ്യയുടെ മികവിനെ, അല്ലെങ്കിൽ റഷ്യയുടെ ഒരു ആധിപത്യത്തെ മറികടക്കാനും അമേരിക്കയ്ക്ക് സാധിക്കും. ഇതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഈ കാനഡയിൽ ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, മിനറൽസ്, അങ്ങനെ പ്രകൃതിദത്തമായ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ പിന്നെ അമേരിക്ക എന്ന് പറയുന്ന വലിയ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാകും. ഇതോടുകൂടി മാനുഫാക്ചറിങ് വർദ്ധിക്കും. അതുപോലെ തന്നെ അവിടുത്തെ ഓയിൽ റിഫൈനറി ആ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ, ഇപ്പം ചൈനയാണല്ലോ വലിയ പ്രൊഡക്ഷൻ ഹബ്ബ്, അത് അമേരിക്കയായി മാറ്റാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടാകും. പക്ഷേ ഇതിനെയൊക്കെ എതിർക്കുന്ന ഒരു വിഭാഗം ഈ പറയുന്ന കാനഡയിലുണ്ട്. കാരണം ഖലിസ്ഥാൻവാദികൾ, നമുക്കറിയാം ഇന്ത്യക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുന്ന എപ്പോഴും ഖലിസ്ഥാൻവാദികൾ. അവരെന്താ പറയുന്നത്? ഞങ്ങൾ ഇന്ത്യൻ വിമാനത്തിൽ ബോംബ് വെക്കും, ഇന്ത്യക്കാരെ ഇപ്പൊ കൊല്ലും, അല്ലെ അമേരിക്കൻ കോടതിയിൽ കേസെടുത്തു, അല്ലെ? ഇതൊക്കെ ഇവരുടെ ഒരു തന്ത്രം. അപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടായിരുന്നില്ല ബൈഡന്റെ. അപ്പോൾ ബൈഡനും ട്രൂഡോയും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. പക്ഷെ ട്രംപ് വന്നപ്പോൾ ട്രംപിന് ആരെ കണ്ടുകൂടാ? ഈ ട്രൂഡോയെ കണ്ടുകൂടാ. ഇത് ട്രൂഡോയ്ക്ക് വലിയ വിഷമമുണ്ടാക്കി. മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് വലിയ ബന്ധമാണ് ട്രംപിനുള്ളത്. അപ്പം ഞങ്ങളുടെ ട്രംപിനെ അപമാനിച്ചല്ലേ, നിനക്കൊരു പണി തരാമെന്ന് പറഞ്ഞിട്ട് ഇവരും അപമാനിക്കുന്നു. ഒപ്പം ട്രംപിന്റെ വലിയൊരു കൂട്ടുകാരനാണ് ഇലോൺ മസ്ക്. ഇലോൺ മസ്കിന്റെ ബിസിനസ് സാമ്രാജ്യത്തിനെതിരെ ഒരുപാട് കേസുകൾ ഈ കാനഡയിലുണ്ട്, നിയമപരമായിട്ടും അല്ലാത്തതുമൊക്കെ ആയിട്ട്. അപ്പോൾ ഇലോൺ മസ്കിന് ഇയാളെ ഇഷ്ടമല്ല. ഇപ്പോൾ ട്രംപ് വിജയിച്ചു വന്നപ്പോൾ ഇലോൺ മസ്ക് എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടു. എന്താണെന്നറിയാം? അതായത് ഇനി അടുത്ത പണി കാനഡയ്ക്കാണ് വരുന്നതെന്ന്. അപ്പോൾ ഇനി ഞങ്ങളുടെ അടുത്ത ടാർഗറ്റ് കാനഡയ്ക്കാണെന്ന് പറയാൻ എന്താ അർത്ഥം? കാനഡയെ നശിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നു എന്നാണ്. അപ്പോൾ ട്രംപും ഇലോൺ മസ്കും തമ്മിൽ നല്ല സൗഹൃദമാണ്, ഒരേ വേവ് ലെങ്താണ്, അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ ഒന്നാണ്. അതുകൊണ്ട് ട്രംപിൻ്റെ മനസ്സിലിരിപ്പ് എന്താണോ അതാണ് ഇലോൺ മസ്കിലൂടെ പുറത്തേക്ക് വരുന്നത്. മാത്രമല്ല ട്രംപിൻ്റെ മന്ത്രിസഭാ അംഗങ്ങളിൽ ഒരാളായിട്ട് ഒരുപക്ഷെ ഇലോൺ മസ്ക് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കാനഡ ഇല്ലാതാക്കാൻ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അമേരിക്കയുടെ ഒരു സ്റ്റേറ്റാണ് കാലിഫോർണിയ. ഈ കാലിഫോർണിയയുടെ GDP തന്നെ ഏതാണ്ട് 4 ട്രില്യൺ അധികം വരും. അതായത് ഇന്ത്യയുടെ GDPയുടെ അത്രയും വരും. അപ്പോൾ അത്രയും ഒന്നുമില്ലാത്ത കാനഡയ്ക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മാത്രമല്ല ട്രൂഡോയുടെ നിലപാട് നയതന്ത്രപരമായ ഒരു രാജ്യം സ്വീകരിക്കേണ്ട നിലപാടേ അല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റായ ഷീ ജിൻ പിങ്ങുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തില്ല, കാരണം നയതന്ത്രപരമായ ബന്ധങ്ങളുള്ളതുകൊണ്ട്. നമ്മുടെ വിദേശകാര്യ ഓഫീസിലെ പ്രതിനിധികൾ അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അംബാസഡർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം പഴിചാരും. പക്ഷേ നമ്മൾ ബ്രിക്സ് ഉച്ചകോടിയൊക്കെ നടക്കുമ്പോൾ രണ്ടുപേരുടെ കൂടിക്കാഴ്ച ഉണ്ടാവും. അപ്പം മാന്യത എപ്പോഴും കീപ്പ് ചെയ്യുന്ന രാജ്യങ്ങളാണ്. അങ്ങനെയുള്ള നയതന്ത്രപരമായ മാന്യത ഒരിക്കലും ട്രൂഡോ കീപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ട്രംപ് പറയുകയാണ്, വേണമെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് ചേർന്നോ എന്ന് പറഞ്ഞാൽ കാനഡയ്ക്ക് ഒരു പേടിയുണ്ട്, അമേരിക്ക എങ്ങനെ ആക്രമിച്ച് അവരുടെ ഒപ്പം ചേർക്കുമെന്ന്. കാരണം എന്താ അറിയാം, ഈ കാനഡയുടെ അപ്പുറം ഇപ്പുറമായിട്ടാണ് അലാസ്കയും അമേരിക്കയുടെ ബാക്കി പ്രദേശങ്ങളും കിടക്കുന്നത്. ഈ കാനഡയുടെ കൂടി ചേർന്ന് വലിയൊരു ഭൂവിസ്തൃതി ഉണ്ടാവും, അവർക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാവും. ലോകത്തിലെ ഒട്ടുമിക്ക ആളുകളും അത്
പേടിക്കുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അമേരിക്ക വൻ സാമ്രാജ്യമായി മാറും. അപ്പോൾ ഇത്തരത്തിലുള്ള നീക്കവുമായി നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ട്രൂഡോയ്ക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല. മാത്രമല്ല അവിടുത്തെ പ്രതിപക്ഷ കക്ഷികളും ഇതിനെ അനുകൂലിക്കുന്നില്ല. ഇപ്പോഴും കാനഡയുടെ ഭരണാധികാരി എന്ന് പറയുന്നത് രാജാവാണ്. അതായത് ഇംഗ്ലണ്ടിൻ്റെ ഒരു 15ഓളം രാജ്യങ്ങൾ ഇപ്പോഴും രാജാവുണ്ട്. ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ. ഈ രാജാവിന് വലിയ അധികാരമൊന്നും ഇല്ലെങ്കിലും അതാണ് അവിടുത്തെ നിലപാട്. പക്ഷേ അവിടുത്തെ പാർലമെൻ്ററി സംവിധാനം എന്തായാലും ഈ ട്രംപിൻ്റെ ആവശ്യത്തോട് അംഗീകരിക്കില്ല. കാരണം എന്താ പറയുക, ഒരു രാജ്യത്തെ ഗവർണറായി മാറുന്നതാണോ അതോ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയായി നിൽക്കുന്നതാണോ? അപ്പോൾ അവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ അതുപോലെ തന്നെ ഖലിസ്ഥാൻവാദികൾ ഇവരെല്ലാം ഇതിനെ എതിർക്കും. ഇപ്പോൾ ഖലിസ്ഥാൻവാദികൾ മിണ്ടുന്നില്ല. കാരണം എന്താ പറയുക, ട്രംപ് അധികാരത്തിലെത്തിയതോടുകൂടി എന്താണ് സംഭവിക്കുന്നത് അറിയത്തില്ല. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ അടക്കം തന്നെ ഇനി സ്വാഭാവികമായി കാനഡയിലോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടി വരും. പക്ഷേ ട്രംപ് പ്രസിഡന്റായി അവിടെ അധികാരം ഏറ്റെടുക്കുന്നതോടുകൂടി ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു. അപ്പം ബലം പ്രയോഗിച്ച് കാനഡ പിടിച്ചെടുക്കില്ല, പകരം നിങ്ങൾ ഞങ്ങളുടെ ഒരു സ്റ്റേറ്റായി മാറിക്കോ എന്ന് പറഞ്ഞിട്ട് അക്ഷരാർത്ഥത്തിൽ കാനഡയെ അപമാനിക്കുകയാണ് അമേരിക്ക ചെയ്തത്. ട്രംപിനെ അപമാനിച്ച കാനഡ മോദിയെ അപമാനിച്ച കാനഡയ്ക്ക് ട്രംപ് വഴി പണി കിട്ടി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്.